നമസ്കാരം. എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാഹി ദേവിയെ നിത്യപ്രാർത്ഥനയോടെ സ്തുതിക്കുന്നതിൻ്റെ 5-ാം ദിവസമാണിന്ന്. കൈവല്യ രൂപിണിയായ വരാഹി ദേവി എല്ലാവരിലും സംപ്രീതയായി അനുഗ്രഹവർഷം ചൊരിയും. വരാഹി ദേവിയെ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുമ്പോൾ വരാഹി ദേവിയുടെ അനുഗ്രഹവും തേജസ്സും രക്ഷാകവചവും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കൈവരും. വരാഹി ദേവി എന്ന അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകൾക്കും പരിഹാരവും കാണിച്ചു തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഫലം നൽകുന്ന ദേവതയാണ് വരാഹി ദേവി. അമ്മയെ നിത്യവും ലളിതമായ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്തുതിക്കാം. വരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിരാവിലെയോ ത്രിസന്ധ്യ കഴിഞ്ഞോ കുളിച്ച് ശുദ്ധിയായി ശാന്തമായൊരു സ്ഥലത്തിരുന്നു കൊണ്ട് വരാഹി ദേവിയുടെ നാമങ്ങളും സ്തോത്രങ്ങളുമൊക്കെ 5 മിനിറ്റ് കേട്ടതിന് ശേഷം ദേവിയുടെ ലളിതമായ നാമങ്ങൾ ഉരുവിട്ട് നല്ല പോലെ ഏകാഗ്രമായി മനസ്സിരുത്തി ദേവിയെ പ്രാർത്ഥിക്കാം. ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല പോലെ ദേവിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. ആ കാര്യം ദേവി ഉടൻ സാധ്യമാക്കി തരും എന്ന പരിപൂർണ വിശ്വാസം മനസ്സിലുണ്ടാവുക. ഒരാളുടെ ഉള്ളിൽ വരാഹി ദേവിയോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ നിറയ്ക്കുന്നത് വരാഹി അമ്മ തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ ജന്മജന്മാന്തരങ്ങളായി ദേവിയുടെ ഇഷ്ടഭക്തരായിരിക്കും നമ്മൾ. എത്രയേറെ വലിയ ദുഃഖദുരിതത്തിലൂടെയുള്ള ജീവിത സാഹചര്യത്തിലൂടെയൊക്കെയാവും ഈ സമയവും നമ്മൾ കടന്നു പോകുന്നത്. വരാഹി അമ്മയുടെ പുണ്യപാതാരവിന്ദത്തിൽ നമ്മുടെ പ്രാർത്ഥനയും വിഷമതകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. കരള് നൊന്ത് വിളിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അമ്മ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അടുത്ത നിമിഷം തന്നെ വരാഹി ദേവി ഓടിയെത്തും. വരാഹി ദേവിയെ ചാഞ്ചല്യമില്ലാത്ത നിർമ്മലമായ തെളിഞ്ഞ മനസ്സുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ദേവി പരിഹാരം കാണിച്ചു തരും. ദേവിക്ക് മുൻപിൽ ശുദ്ധമായ ഭക്തിയോടെ നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാം. നിത്യപ്രാർത്ഥനയ്ക്കുള്ള ഇന്നത്തെ നാമം ഓം ശംഖിന്യേ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരു ശംഖിൻ്റെ ഐശ്വര്യത്തോടെ പ്രതിനിധീകരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ദേവിയുടെ 8 കൈകളിൽ ഒന്നിൽ ദേവി ശംഖ് വഹിക്കുന്നു. ശംഖ് ഊതുന്നതിൻ്റെ ഐശ്വര്യം വർദ്ധിച്ച് ദേവി എല്ലാ ദുരിതങ്ങളെയും അകറ്റുന്നു എന്നതാണ്. ഓം ചക്രിന്യേ നമഃ. ദേവിയുടെ 8 കൈകളിൽ ഒന്നിൽ ദേവി ശ്രീചക്രം പിടിച്ചിരിക്കുന്നു. ശ്രീചക്രം എല്ലാ തിന്മതകളെയും എല്ലാ നിഷേധാത്മകതയും ഇല്ലാതാക്കി ജയിക്കുന്നു. ദേവിയുടെ ഏറ്റവും വലിയ ഫലപ്രദമായ ഒരായുധമാകുന്നു എന്നതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. നമുക്ക് ദേവിക്ക് മുൻപിൽ ദേവിയുടെ നാമത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നിത്യപ്രാർത്ഥന തുടരാം. ഓം ശംഖിന്യേ നമഃ. ഓം ചക്രിന്യേ നമഃ. 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 ഓം ശംഖിന്യേ നമഃ. ഓം ചക്രിന്യേ
चक्रिण्ये नमः। ॐ शङ्खिन्ये नमः। ॐ 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 चक्रिण्ये नमः। ॐ
शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये नमः। ॐ शङ्खिन्ये नमः। ॐ चक्रिन्ये